ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായ 3 ഒറ്റ സംഖ്യ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? ഒന്ന് എക്സ് എന്നെടുത്ത അടുത്ത സംഖ്യ നമ്മൾ x+2 എന്നാണ് എഴുതുന്നത് അല്ലേ. അടുത്ത സംഖ്യ എഴുതുന്നത് എങ്ങനെയാണ്? x+4. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 5, 7, 9 എന്നെടുത്തെന്ന് വിചാരിച്ചു. തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളാണ് എടുക്കാൻ. അപ്പോൾ 5 കഴിഞ്ഞാൽ പിന്നെ 7 വരും, പിന്നെ അത് കഴിഞ്ഞ് ഏതാ വരിക? 9 വരും അല്ലേ. അപ്പോൾ 5നെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നെങ്കിൽ 5ന് 7 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? +2 ചെയ്താൽ പോരെ. അപ്പൊ അടുത്ത നമ്പർ നമുക്ക് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? x+2 എന്ന്. ഇനി മൂന്നാമത്തെ സംഖ്യ എങ്ങനെ കിട്ടിയെന്ന് നോക്കിക്കേ. 5ന് 9 കിട്ടാൻ നമ്മൾ എത്ര ആഡ് ചെയ്യണം? 4 അല്ലേ ആഡ് ചെയ്യണ്ടേ. അപ്പൊ മൂന്നാമത്തെ സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? x+4. ഓക്കെ അല്ലേ. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പം തുടർച്ചയായ 3 ഒറ്റ സംഖ്യ എങ്ങനെയാ എഴുതാം? x+2, x+4. ഇവയുടെ തുക വന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 279. ഇനി അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അല്ലെ, ഫസ്റ്റ് നമ്പർ x, രണ്ടാമത്തത് x+2, മൂന്നാമത്തത് x+4. ഈ 3 സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക 279. ഇനി ഇത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കാണുക. ഇവിടെ എത്ര എക്സ് ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3. ഇതിന്റെ എല്ലാം കോഎഫിഷ്യന്റ് 1 അല്ലേ. എല്ലാ എക്സ് എന്നേ തന്നിട്ടുള്ളൂ അല്ലേ. അപ്പൊ ദാറ്റ് മീൻസ് എന്താണ്? 1x എന്നാണ് അർത്ഥം. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 3x ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3x എന്ന് എഴുതാം അല്ലെ. x+x+x നമുക്ക് 3x എന്ന് എഴുതാം. ബാലൻസ് ഇവിടെ ഒരു 2ഉം ഒരു 4ഉം ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ +6 എന്ന് കിട്ടും, =279. ഇനി +6നെ റൈറ്റിലോട്ട് കൊടുക്കുക. +6 ആയതുകൊണ്ട് അത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ 279 ആണ് റൈറ്റ് സൈഡിലുള്ളത്. അത് ആദ്യം എഴുതിയതിനു ശേഷം കൊണ്ടുപോകുന്ന ആളെ എഴുതുക. അപ്പൊ +6 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -6 ആവും. അപ്പൊ 3x = നമുക്ക് എന്ത് കിട്ടി? 279 - 6 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? 3x = ഡിഫറൻസ് എത്രയാ വരിക? 279 - 6 ചെയ്യുമ്പം 273 എന്ന് കിട്ടും. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യണം അല്ലെ. 3x എന്ന് വെച്ചാൽ 3 × x എന്നാണ്. അപ്പൊ ഇൻറ്റു ഫോമിൽ നിൽക്കുന്ന ആള് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ 273 ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്. കൊണ്ടുപോകുന്ന ആള് 3 ആണ്, അത് ഡിവൈഡ് ചെയ്തു. സോ 273 ÷ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? x = 27 ആണെങ്കിൽ 9 ടൈംസ് ആണ്. 3ൽ 3 എത്ര ടൈംസ് ആ? 1 ടൈംസ്. സോ ആൻസർ എത്ര കിട്ടി? 91 എന്ന് കിട്ടി. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലായാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.